കഴിഞ്ഞ പ്രാവശ്യം പരാജയമാണോ വിജയമാണോ എന്നൊക്കെ പറയേണ്ടത് പ്രേക്ഷകരാണ്. പ്രേക്ഷകർ എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസ് കണ്ടത്, നമ്മളൊക്കെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ഒരു 90% ആൾക്കാരും കണ്ടത് മടുത്തിട്ടാണ് കണ്ടത്. അതായത് നമുക്ക് കാണണം ഇതൊന്ന് തീർന്നിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചു പോയിന്. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെയും കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടിയത് ലാസ്റ്റ് ഒരു 60 ദിവസത്തിന് ശേഷമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, യുവന്മാരെയൊക്കെ എന്തിനാണ് കൊണ്ടുവന്നത്, വേറെ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ എത്ര നല്ല പെർഫോമൻസ് ചെയ്യായിരുന്നു നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതായത് എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയിരുന്നത്, നിങ്ങൾ തന്നെ കണ്ടതല്ലേ. അവിടെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ മാരാറും അതുപോലെ തന്നെ ജൂനിയേഴ്സും തമ്മിലുള്ള ഒരു ഫൈറ്റ് മാത്രമേ അവിടെ. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാർച്ച് 10-ാം തീയതിയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനലിലാണ് റിവ്യൂവും കാര്യങ്ങളൊക്കെ വരിക. 24/7 നിങ്ങളെല്ലാം ആ ചൂടുള്ള വാർത്തകൾ, അവിടെ നടക്കുന്ന അടിയായാലും പിടിയായാലും കടിയായാലും പറയലായാലും എന്തെന്നായാലും ശരി, ആ ചൂടോടുകൂടി അതിൻ്റെ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ കൂടെ അങ്ങ് പങ്കെടുക്കുക. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് അടിയും പിടിയും ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. അത് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഇപ്രാവശ്യത്തെന്ന് പറഞ്ഞാൽ അടിയും പിടിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ രജിത് സാറും അതുപോലെ തന്നെ പോളി ഫിറോസും പിന്നെ നമ്മുടെ അഖിൽ മാരാറും കൂടിയിട്ടാണ്. അതായത് പോളി ഫിറോസ് പറഞ്ഞു കഴിഞ്ഞ സീസൺ പൊളിയായിരുന്നു, അത് പരാജയമായതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെയൊക്കെ കൊണ്ടുവന്നത് എന്നുള്ള തരത്തിൽ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ രജിത് സാറും അതിന് ശരിയാണ്, ഞങ്ങൾ പോയിട്ടാണ് അതൊന്ന് ഉണർത്തി വിട്ടത്, അവിടെയെല്ലാം തിന്നു കുടിച്ച് ഉറങ്ങുന്ന ടീമായിരുന്നു, ഞങ്ങൾ പോയത് കൊണ്ടാണ് അവിടെ ഒന്ന് ഉണർവുണ്ടായത് എന്നൊക്കെ രജിത് സാറും പറഞ്ഞു. പക്ഷേ മാരാറ് പറഞ്ഞു അങ്ങനെ പറയരുത്, കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിജയകരമായിരുന്നു, 24 മണിക്കൂറും ജനങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടതാണ്, അതുപോലെ TRP ഒക്കെ നല്ല കൂടിയ ഇതായിരുന്നു എന്നൊക്കെയാണ് മാരാറ് പറയുന്നത്. അപ്പോൾ മാരാറ് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മാരാറ് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ ചില കാര്യങ്ങളൊന്നും ശരിയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ ഉറക്കമായിരുന്നു. അതായത് ചില സമയങ്ങളിലൊക്കെ ഇവരുടെ കളി കണ്ടിട്ട് നമുക്ക് തന്നെ വെറുത്ത് പോയിട്ട് ഈ ലൈവ് വരെ നമ്മൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. അത് ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലതല്ല എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ടീമും അതുപോലെ സോറി പറയലും ഒരു ഒച്ചപ്പാടില്ല, ഒന്നുമില്ല, ഇങ്ങനെ വെറുതെ പോകുന്നു, കുറേ എണ്ണം പോയിട്ട് അങ്ങ് അപ്പുറത്ത് പോയിട്ട് ഇത് വലിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴേ ഈ ഒരു സീസൺ മുതൽ ആർക്കും ഇതുവരെ ഇത് കൊടുത്തിട്ടില്ല, ഒരു ഹിൻഡ് പോലും കൊടുത്തിട്ടില്ല. ഇതുവരെ ഇൻ്റർവ്യൂ കഴിഞ്ഞു എന്നല്ലാതെ ഒരാൾക്ക് പോലും നിങ്ങൾ ഈ സീസണിലുണ്ട് എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അത് പറയില്ല എന്നാണ് ഏഷ്യാനെറ്റ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് മാത്രം, ആ ഒരു ടൈമിന് മാത്രം ഇവരെ കൊണ്ടുവരേണ്ട പരിപാടിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരുപാട് പേരുടെ ഏകദേശം 10, 30, 35 പേരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു 21 പേരെയാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പ്രാവശ്യത്തെ ബിഗ് ബോസ് എന്നാണ് പറയുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം കിടിലം ഫിറോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ബിഗ് ബോസിൻ്റെ ഇത് എല്ലാവർക്കും നിങ്ങൾ സെലക്റ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത് പുറത്ത് പറയത് എന്ന് എല്ലാവരോടും പറയും. പക്ഷേ ഈ കിടിലൻ ഫിറോസിനെ ഒരുപാട് പേര് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. അതുമാത്രവുമല്ല, മാരാറുടെ തന്നെ ഒരു കാര്യം ഞാൻ പറയാം. മാരാർ ഇവിടെ ഒരുപാട് ഷെഡ്യൂൾ ചെയ്ത് ഇൻ്റർവ്യൂ കുറച്ച് പുറത്ത് റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. മാരാർ പോയി കഴിഞ്ഞതിന് ശേഷം മാരാറുടെ ഇൻ്റർവ്യൂ ബിഹൈൻഡ് വേർഡ്സിലും അതുപോലെ തന്നെ ഒരുപാട് ചാനലുകളിൽ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ മാരാറുടെ കുടുംബത്തിൽ ഇവരെ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അതൊക്കെ മാരാർ ഉള്ളപ്പോൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു മാരാറിസം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാരാറ് പോയത്. മാരാറ് നല്ല രീതിയിൽ ഇത് പഠിച്ചിട്ടുണ്ട്, ബിഗ് ബോസിനെ പഠിച്ചിട്ട് തന്നെയാണ് പോയത്. അല്ലാതെ മാരാർക്ക് ഒരിക്കലും അവിടെ പോയിട്ട് ഇങ്ങനെ തിളങ്ങാൻ കഴിയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ മാരാറ് അന്നത്തെ ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ ഈ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഈ ബിഗ് ബോസിൽ പോകുന്നതിലും നല്ല ലുലു മാളിൻ്റെ മുമ്പിൽ പോയിട്ട് തുണിപൊക്കി നിന്നാൽ മതി, ഇത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ബിഗ് ബോസിൽ പോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കണം. ഇവിടെ ഒരു പ്രശ്നം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ബിഗ് ബോസിൽ നല്ല തിളങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു ഇതിൽ ആരാണ് ബിഗ് ബോസിൽ ആരൊക്കെയാണ് വിളിക്കുന്നതെന്ന് നമുക്കൊരു ഇതുമില്ല. പക്ഷെ ഇവിടെ ഈ ഒരു അടുത്ത കാലത്ത് തിളങ്ങിയ ഒരുപാട് പേരാ അവിടെ വിളിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അടുത്തിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന കുറേ ആൾക്കാരുണ്ട്, അവരെയൊക്കെ വിളിച്ചിട്ടുണ്ടാകും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പരാജയമാണോ വിജയമാണോ എന്നൊക്കെ പറയേണ്ടത് പ്രേക്ഷകരാണ്.
അതാണ് പ്രേക്ഷകർ എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസ് കണ്ടത്, നമ്മളൊക്കെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ഒരു 90% ആൾക്കാരും കണ്ടത് മടുത്തിട്ടാണ് കണ്ടത്. അതായത് നമുക്ക് കാണണം ഇതൊന്ന് തീർന്നിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചു പോയിന്. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെയും കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടിയത് ലാസ്റ്റ് ഒരു 60 ദിവസത്തിന് ശേഷമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, യുവന്മാരെയൊക്കെ എന്തിനാണ് കൊണ്ടുവന്നത്, വേറെ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ എത്ര നല്ല പെർഫോമൻസ് ചെയ്യായിരുന്നു നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതായത് എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയിരുന്നത്, നിങ്ങൾ തന്നെ കണ്ടതല്ലേ. അവിടെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ മാരാറും അതുപോലെ തന്നെ ഈസും തമ്മിലുള്ള ഒരു ഫൈറ്റ് മാത്രമേ അവിടെ ആകെയുള്ളൂ. ബാക്കി എല്ലാവരും ഫൈറ്റിന് വേണ്ടിയിട്ട് വന്നു, പിന്നീട് എല്ലാവരും ബായി ആയി. അവിടെ എല്ലാവരും ഭയങ്കര സ്നേഹവും കോട്ടും അതുപോലെ സോറി പറയിക്കലും ഇത് മാത്രമായിരുന്നു. തിന്നലും കുടിക്കലും ഉറങ്ങലും. രജിത് സാർ അതാ പറയുന്നത്, തിന്നൽ കുടിക്കൽ ഉറങ്ങൽ. ഇങ്ങനെയുള്ള ടീമുകളെയൊന്നും വിളിക്കരുത് എന്നാണ് എനിക്ക് ഏഷ്യാനെറ്റിനോട് പറയാനുള്ളത്. അതായത് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയാതെ, അല്ലെങ്കിൽ ഈ സ്വയമായിട്ട് എന്താ പറയേണ്ടത്, ഈ സെൽഫ് അവനവൻ്റെ കാര്യം മാത്രം നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവരൊന്നും വിളിക്കരുത്. നല്ല രീതിയിൽ അവിടെ പവറോട് കൂടിയിട്ട് പെരുമാറുന്ന ആൾക്കാരെ വിളിക്കണം. പിന്നെ ഒരാളിലും മാത്രമായി പോകരുത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, 50 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ കപ്പ് മാരാർക്ക് തന്നെയാണ്, വേറെ ആരുമില്ല അവിടെ. മാരാറോട് ഏറ്റുമുട്ടാൻ വേറെ ആരുമില്ല. കാരണം മാരാർ എല്ലാ സംഭവവും റെഡിയാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. മാരാർ ക്യാമറയിൽ വരെ നോക്കി പറയുന്നുണ്ട്, ചില ഹിൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാരാർ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം കളി മാറി. അതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സംവിധായകനുണ്ടല്ലോ ഒമർ ലുലു പറഞ്ഞ കാര്യങ്ങൾ, കുളത്തിൽ ചാടുന്നത് പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുളത്തിൽ ചാടിയപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ അറിയുന്നു. ഒരിക്കലും പുറത്തുള്ള കാര്യങ്ങൾ ഇവരെ അറിയിക്കാൻ പാടില്ല. ഇവരതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്, അതായത് ഒരു കാര്യവും അറിയാതെ ശ്രദ്ധിക്കണം. അതായത് ഈ കുളത്തിൽ ചാടുന്നുണ്ടെങ്കിൽ അത് പുറത്തുള്ള കാര്യം അറിയാനാണെന്ന്. അപ്പോൾ അങ്ങനെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെയധികം ബോറിങ് തന്നെയായിരുന്നു, ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മാരാർ ഇനിയിപ്പോൾ ഇവിടെ നിന്നെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോയതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് അടിപൊളിയായിരുന്നു അവിടെ. അതായത് അതിൽ നമുക്കാർക്കും കുറ്റം പറയാനൊന്നും കഴിയില്ല. കാരണം അദ്ദേഹം ഒരു ബിഗ് ബോസിൻ്റെ ഒരു ഇതാണ്, ഒരു പ്രൊഡക്റ്റാണ് ശരിക്കും. ബിഗ് ബോസിന് വേണ്ടത് ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരെല്ലാം മോശമെന്ന് പറയുന്നില്ല. പക്ഷേ ജുനൈസിനൊന്നും പോരാ അവിടെ നിന്ന്. ജുനൈസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ വലിയ പ്രതീക്ഷയായിരുന്നു ദേവുവിനെയൊക്കെ. പക്ഷേ ദേവുവൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് കാണിച്ചു കൂട്ടിയത് എന്താണ്, അതായത് വളരെ മോശമായ പ്രകടനം തന്നെയായിരുന്നു കാണിച്ചു കൂട്ടിയത്. നമുക്ക് പോലും ഇവരുടെ ഈ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വെറുപ്പ് വന്നു പോയിരുന്നു, ഇവരുടെ ഈ ജോയിൻ്റ് ആയിട്ടുള്ള കളികളും കാര്യങ്ങളും ഒക്കെ കൊണ്ട്. അതുകൊണ്ട് എനിക്ക് ഇനി ബിഗ് ബോസിൽ പോകുന്നവരോട് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ സൂക്ഷിച്ച് കളിക്കുക. അവിടെ കിടന്നിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. അവിടെ എന്തെങ്കിലും ഒരു ഫൗൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശ്രുതി ലക്ഷ്മീന അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇവരൊക്കെ എന്തിലോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ. അവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ റിയാക്ട് ചെയ്യും, അത് ഉറപ്പാണ്. അവിടെ എന്തൊക്കെ നിങ്ങൾ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും, അവിടെ എന്തൊക്കെ നല്ലത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും, അവിടെ എന്തെങ്കിലും കഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം അനിയം മിഥുൻ്റെ കഥ ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ നമ്മളെ കിളി പോയിരിക്കുന്നു. അത്രത്തോളം വലിയ കഥയാണ് നടന്നത്. അന്ന് ഈ അനിയം മിഥുൻ്റെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പെട്ട പാട് എന്തായിരുന്നു എൻ്റെ അനിയ. ഈ അനിയനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം എൻ്റെ ബിഗ് ബോസെ, അത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്സവമാണ്. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇതേപോലെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുക, കട്ട സപ്പോർട്ടായിട്ട്. പൊളിക്കാൻ ചങ്കുകളെ നമുക്ക് പൊളിക്കാം, എല്ലാവരും എല്ലാ വിരോധവും വ്യക്തിവിരോധവും ഇതെല്ലാം വിട്ടുകളാ. അതായത് സീസൺ 5 കഴിഞ്ഞു, ഇനിയിപ്പോൾ 6ലേക്ക് വരൂ. 6 പുതിയ സീസൺ, പുതിയ ആൾക്കാർ, പുതിയ ഇതിലേക്ക് വരും. പുതിയൊരു ലോകം നമ്മൾക്കായി തന്നു പോയവരെ. നന്ദി, നമസ്കാരം.